എന്താണ് ആക്ച്വലി ഈ ബ്രാൻഡ് ബുക്ക്? അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്? ബ്രാൻഡ് ബുക്കിൽ നമ്മൾ ആദ്യം ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോഗോസ് ആ ഒരു ലോഗോയുടെ പല വേരിയേഷൻസ് ബ്ലാക്കിൽ വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ എങ്ങനെ ഉണ്ടാവും, അതൊക്കെ നമ്മൾ ലോഗോയ്ക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക സെക്ഷൻ നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും. അതുപോലെ തന്നെ കളർ പാലറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്ത് ഇന്ന കളേഴ്സ് കളറിൻ്റെ കോഡ്, അതിൻ്റെ ഡിജിറ്റൽ വേർഷൻസിലും പ്രിൻ്റ് വേർഷൻസിലും വരുമ്പോൾ കളർ കോഡിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, ചേഞ്ചസ് ഉണ്ടോ, അതെല്ലാം നമ്മൾ അതിനകത്ത് മെൻഷൻ ചെയ്ത്, പിന്നെ ടൈപ്പോഗ്രഫി, ഫോൺസ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ടാവും. പിന്നെ നമ്മൾ ബ്രാൻഡ് ബുക്കിൽ കൂടുതലും ഇതുവരെ മോക്കപ്സുകൾ ഉണ്ടാവും, ഇവരുടെ മെറ്റീരിയൽസ് എവിടെയൊക്കെ പോകാമോ അത് ഡിജിറ്റലും അല്ലേ ഇങ്ങനെ ഉണ്ടാവും. നമ്മളൊരു വിഷ്വലായിട്ടുള്ളൊരു ഇതും കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബ്രാൻഡ് ബുക്ക് നമ്മളിപ്പോൾ ഒരു പുതിയൊരു ഏജൻസിനെയോ അല്ലെങ്കിൽ ഒരു ക്യാമ്പയിൻ പുതിയൊരു ഏജൻസിൻ്റെ ഒരു സർവീസായിട്ട് നമ്മൾ വരുമ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. അത് വായിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും. നമ്മൾ പറഞ്ഞു വന്നു വെച്ചാൽ ഈ മാർക്കറ്റിംഗിൽ ഈ ബ്രാൻഡ് ബുക്കിൻ്റെ ഒരു ഇമ്പോർട്ടൻസാണ്. ഇത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡുകൾക്ക് ആ കൺസിസ്റ്റൻസി ഉണ്ട്, പക്ഷേ എന്താണോ ഇൻസ്റ്റാഗ്രാമിൽ പുഷ് ചെയ്യുന്ന കോണ്ടന്റ് അല്ലെങ്കിൽ ആ ക്രിയേറ്റീവ്സ്, അതുമായിട്ട് യാതൊരു ബന്ധവും കാണത്തില്ല വെബ്സൈറ്റ് ഇൻ്റർഫേസ്. ഇപ്പം ഇൻസ്റ്റാഗ്രാം മാനേജ് ചെയ്യുന്ന ഒരു ഏജൻസിയാണ്, വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്ത വേറെ ഏജൻസി അല്ലെങ്കിൽ ഫ്രീലാൻസർ ആയിരിക്കും. അപ്പോൾ ഇവർ രണ്ടുപേരുടെയും തോട്ട് പ്രോസസ്സ് രണ്ടിലേക്ക് പോകുന്നു. അവിടെ ഈ ഒരു മെറ്റീരിയൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ എന്നറിയില്ല. അങ്ങനെ രണ്ടും രണ്ട് രീതിയിൽ കാണുന്നു. ഈ ബ്രാൻഡുമായിട്ട് രണ്ടിനും ബന്ധമില്ലാതെ വരും.